ഹൃദയത്തിന്റെ മിടിപ്പ് ഇലക്ട്രിസിറ്റി കൊണ്ടാണെന്ന് നമുക്ക് പലർക്കും അറിയാം. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങൾ തുടക്കത്തിൽ പല ആളുകൾക്കും തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്. അത് കാരണം അസുഖം ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കാറുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളുടെ ഒരു ക്രമം എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അധിക ആളുകൾക്കും ഹൃദയമിടിപ്പിന്റെ ഒരു വർധനയായിട്ടാണ് ഇതിന്റെ തുടക്കത്തിൽ കാണുന്ന ആദ്യ ലക്ഷണം. പലപ്പോഴും ഇതൊരു ടെൻഷന്റെ ഭാഗമാണെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ഈ മിടിപ്പിന്റെ പ്രശ്നങ്ങൾ ആഴ്ചയിൽ 2 അതിലധികം തവണയോ ഉണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ പ്രശ്നമാവാനുള്ള സാധ്യത 60%-ലേറെയാണ്. ഇങ്ങനെ മിടിപ്പിന്റെ പ്രശ്നങ്ങളുള്ളവർ തുടക്കത്തിൽ അത് ടെൻഷന്റെ ആണെന്ന് വിചാരിക്കുകയും നമ്മളത് മൈൻഡ് ചെയ്യാതെ വിടുകയും ചെയ്യും. പതുക്കെ പല ആളുകൾക്കും ഇത് കൂടുതലായിട്ട് വരികയും 1-2 വർഷത്തിനകത്ത് ഇത് കാര്യമായ ഇലക്ട്രിക്കൽ പ്രശ്നത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്ത ഘട്ടം അധിക ആളുകൾക്കും തലകറക്കാണ്. ഇതെപ്പോഴാണ് സംഭവിക്കുക? പല ആളുകൾക്കും കുറെ നേരം കിടന്നതിന് ശേഷം എണീക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിനൊരു തളർച്ച വരിക, തലകറങ്ങുക, ഇതെല്ലാം ഇലക്ട്രിക്കൽ പ്രശ്നത്തിന്റെ ലക്ഷണങ്ങളാവാം. ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ പ്രശ്നം കാരണം തലകറക്കം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് 85% കേസുകളിലും പിന്നീട് ഗൗരവമായ വിഷയത്തിലേക്ക് കടന്നുപോകും. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത തളർച്ചയും ക്ഷീണമാണ്. ചെറുതായിട്ട് ഇളകുന്ന സമയത്ത് തന്നെ കാര്യമായ ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ കറക്റ്റ് സമയത്ത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഹാർട്ടിന്റെ പമ്പിങ് കുറയുകയും ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പല ആളുകൾക്കും പെട്ടെന്ന് ഒരു കുഴഞ്ഞു വീണുള്ള അപകടം, അതും ഇലക്ട്രിക്കൽ പ്രശ്നം കൊണ്ട് സംഭവിക്കാറുണ്ട്. ചെറുപ്പക്കാർക്ക് പോലും അപൂർവമല്ലാതെ ഇത് നമ്മൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നമ്മളിൽ ആർക്കെങ്കിലും ഹൃദയത്തിന്റെ മിടിപ്പിന്റെ പ്രശ്നങ്ങൾ സംഭവിക്കുക, അതിനുശേഷം തലകറക്കം വരിക, പിന്നീട് അതൊരു ക്ഷീണത്തിലേക്ക് കടന്നു പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയം ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായി.